song. சொக்கி சொக்கி மயக்கி மடியில் படுப்பேன் தினமும் ஒன்ன நினைச்சே உடம்பு குச்சியை அழைச்சே கனவில் எட்டி எட்டி பார்த்தே அதனால் பொழைச்சே இதமா ஒத்தட கொடுப்பே மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பே தினமும் ஒன்ன நினைச்சே உடம்பு குச்சியை அழைச்சே கனவில் எட்டி எட்டி பார்த்தே அதனால் பொழைச்சே நெருப்பே சிக்கி முக்கி நெருப்பே இதமா ஒத்தட கொடுப்பே மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பே தினமும் ஒன்ன நினைச்சே உடம்பு குச்சியை அழைச்சே கனவில் எட்டி எட்டி பார்த்தே அதனால் பொழைச்சே சொக்கி சொக்கி மயக்கி மடியில் படுப்பே தினமும் ஒன்ன நினைச்சே உடம்பு குச்சியை அழைச்சே கனவில் எட்டி எட்டி பார்த்தே அதனால் பொழைச்சே വൈശാഖ് നല്ല എനർജി ഉണ്ടായിരുന്നു വൈശാഖ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും യു ആർ ഇൻ ടു ദ സോങ് പിന്നെ ആ പല്ലവിയിലെ സെക്കൻഡ് പോർഷൻ വരുന്നില്ലേ അപ്പോൾ വൈശാഖിന് ആ ഒരു മെലഡി പാടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇല്ലേ അപ്പോൾ അത് വന്നു യു ആർ സച്ച് എ ഗുഡ് സിംഗർ വൈശാഖ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് വരണം ഒരു ചമ്മലുണ്ട് ഒരു യു ആർ ഹോൾഡിംഗ് ബാക്ക് അത് വേണ്ട വൈശാഖ് കോൺഫിഡൻസ് എപ്പോൾ വരും ഇങ്ങനത്തെ പാട്ടുകളിൽ അടുത്ത സ്റ്റേജിൽ വരും നെക്സ്റ്റ് ടൈം 100%? യെസ് ഓക്കെ ഗുഡ്
വൈശാഖിന് ശ്രീനി പറഞ്ഞ പോലെ നല്ലൊരു വോയിസ്, മെലഡിയും പാടാം മറ്റേ ടൈപ്പ് പാടാം, രണ്ടും അങ്ങനത്തെ വോയിസ് കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. ചിലർക്ക് മെലഡി മാത്രമേ വോയിസ്, ദ ടോൺ ഓഫ് വോയിസ്, ഇയാൾക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. പാടി നോക്കണം ഒരു ചരണം. நெருப்பே சிக்கி முக்கி நெருப்பே இதமா ஒத்தடம் கொடுப்பே மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பே தினமும் தினமும் ஒன்ன நினைச்சே உடம்பு குச்சியே அழைச்சே கனவில் எட்டி எட்டி பார்த்தே அதனால் பொழைச்சே ஓ மேகம் மேகம் தூரம் போகட்டும் போகும் போதே தூரல் போடட்டும் மேகம் மேகம் தூரம் போகட்டும் போகும் போதே தூரல் போடும் நெருப்பே. താങ്ക് യു, താങ്ക്സ് ടീം. അവിടെയാണ് അവിടെ എന്താ അവിടെ ശോകമാക്കണ എന്തിനാ? അവിടെ അങ്ങനെയാണോ പാടിയേക്കണ ഒറിജിനൽ? പക്ഷെ അതൊരു അവിടെ വരുമ്പോ എന്തിനാ അങ്ങനെ ആക്കണേ? അവിടെ ആറ്റിറ്റ്യൂഡ് കിടക്കട്ടെ. അവിടെ വന്ന് അതെ, അവിടെ വരുമ്പോ ഒരു സംശയമാണ് നമുക്ക് തോന്നുന്നത്. ആ സംശയം വരണ്ട മോനെ. അവിടെ ആ ഫസ്റ്റ് അതൊക്കെ ഭയങ്കര രസമാണ് തുടക്കം. അതേ ലെവൽ, എനർജി ലെവൽ അവിടെ വന്ന് അങ്ങനെ ഡ്രോപ്പ് ആവരുത് കേട്ടാ. അപ്പൊ പാടുന്നത് ധൈര്യമായിട്ട് പാടുക. ഓക്കെ, നന്നായിരുന്നു വൈശാഖ്. അതെനിക്കും പറയാനുള്ള ഇതാണ്, പെട്ടെന്ന് സ്വഭാവം മാറുക. ഒരു 2 ലൈൻ ഒരു സ്വഭാവമാണെങ്കിൽ വേറെ 2 ലൈൻ വേറൊരു സ്വഭാവമാണ്. അതെന്താണ് അങ്ങനെ? ഒരേ സ്വഭാവമുള്ളൂ. നല്ലതാണോ അത്? ഓക്കെ. ഈ ഒന്നിനെ പറ്റിയും വറീഡ് അല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. അത് വേണം, എങ്കിലേ പൊള്ളാവും. ഇത് മറ്റേ പടുപ്പ എന്നൊക്കെ പറഞ്ഞ കൈ കൊണ്ടൊക്കെ എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അത് കുറച്ചും കൂടെ കൂളാവാൻ മോൻ. കാര്യം രസമുണ്ട് മോന്ന് പാടുന്ന കാണാനും ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അത് പിന്നെ തൊട്ടാണ് നമ്മുടെ കഷ്ടകാലം തുടങ്ങിയത് പല്ലവിയുടെ. അപ്പോൾ അതൊന്ന് പിടിച്ചോളാം കേട്ടോ, വല്ലാണ്ട് ഓന്ന്. അതാണ് പിന്നെ അതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ കുറേ അങ്ങ് കൂടുതൽ സൂചിപ്പിക്കലല്ല, ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അങ്ങനെ അതെപ്പോഴും അത് കീപ്പ് ചെയ്യണം പാട്ടിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ സുഖമാണോ ജിത്തിന്? ആണോ? എങ്ങനെയുണ്ട് നാട്? എന്ന് പറഞ്ഞാണ് ഓയിൽ ബ്രൗളായത്. ഇനി എന്ന് പറയുക, എൻ്റെ നാട് സുഖമാണ്. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്കിനി സ്കോർസ് അറിയാം. ശ്രീനിസ എനിവേ മെലഡിയിൽ റോക്ക് ചെയ്യും. 25 on 30. സുജാ ചേച്ചി? ഓക്കെ, ഇതിലും ഞാൻ കുറവാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വൈശാഖിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോമിസിന്റെ പുറത്ത് കുറച്ചും കൂടെ തരും. 26 on 30. താങ്ക് യു ചേച്ചി. ശരത് സർ? ഞാൻ ഇത്രയും കൂടെ തരാം ചക്കര കേട്ടോ. 25.5 on 30. താങ്ക് യു ശരത് സർ. മാർക്ക് ഏറ്റവും കുറവ് ശ്രീനി സാർ ആണ് നോർമലി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മാർക്സ് നൽകുക. ഇപ്രാവശ്യം വൈശാഖിന്റെ കാര്യത്തിൽ ശ്രീനി സാറാണ് ഏറ്റവും കുറവ് മാർക്സ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ 90ൽ വൈശാഖിന്റെ സ്കോർ 76.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്രയാ ജഡ്ജസ് നൽകിയെന്ന് നോക്കാം. ഗുഡ് സ്ക്രീൻ പ്രസൻസ് 8. And your overall score is 84.5 on 100.